പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ഇവിടെ അത് തീർക്കാൻ പറ്റത്തില്ല, കോടതി തീർക്കാണ് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വേണ്ട ഒരു നീതി കിട്ടിയിട്ടില്ല. ഞങ്ങളെ ചാടിച്ചു വിടുവായിരുന്നു. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ. എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതാണ് ഒരു റഫീക്ക് വിളിക്കുന്നില്ല. വേണ്ട വേണ്ട, എന്റെ ദുരവസ്ഥ ചർച്ച ചെയ്ത് ആനന്ദിക്കാനുള്ള വിളിയാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഞങ്ങളുടെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രി അതൊന്നും ഇത് കണ്ടിട്ടൊന്നുമല്ല രേണുസുതി കരയുന്നത്. ഞാൻ നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ പെണ്ണുങ്ങളാണ്. ഒരു എന്താ ദേഷ്യപ്പെടുവാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് പ്രശ്നം. അതുപോലെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയാം. സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെ എത്ര വലിയ ആളാന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ, ടെൻഷൻ അങ്ങനെ എല്ലാം കാണും. അത് തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. അങ്ങനെ തലയാട്ടിയ പോലെ ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും നമ്മളെ പറഞ്ഞ് പറ്റിക്കാണെങ്കിൽ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കും. ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.